ഹലോ ഗായ്സ്, ഇന്നും നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലാക്ടോകലാമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാട്ടോ. ഇതിപ്പോൾ ഓയിലി സ്കിന്നുകാരുടെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ സ്കിന്നിന് വേറെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ നമ്മുടെ ഫേസിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഷൈനിങ് ഒക്കെ കിട്ടും കേട്ടോ. ഒരു റോസ് ടിൻറ്റ് പോലെയൊക്കെ തോന്നും, പക്ഷെ നല്ല സാധനമാണ്. പിന്നെ നമ്മൾ ഒരു ലിപ് ബാമാണ് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. നമ്മുടെ ലിപ്പ് നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ലാക്ടോകലാമിൻ്റെ ലാക്മിയുടെ സൺക്രീമാട്ടോ. ഇത് അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺക്രീമാണ്. ഇതിട്ട് അതിനൊരു ഫൗണ്ടേഷൻ ഇട്ട ഫീലൊക്കെ തോന്നും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ വൈറ്റ് കാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിട്ട് ഞാൻ എവിടെ പോയാലും ആൾക്കാർ മീൻസ് എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ മുഖത്തിട്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും സൺക്രീമായിട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, കള്ളം പറയും, ഞാൻ വേറെ എന്തോ ഇട്ടെന്ന് പറയും. എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നിങ്ങളൊക്കെ ഇത് കാണുന്നെങ്കിൽ വിശ്വസിക്കൂ. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഇട്ട് കൊടുക്കുന്നതെന്ന് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐലൈനറാണേ. ഐലൈനർ ഇതിനെ റിയാദിൽ നിന്ന്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് റോസ് ബെല്ല സംതിങ് എന്തോ പേരും കണ്ട. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കണ്ണിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കണ്ണിന് താഴെ മാത്രമേ എഴുതാറുള്ളൂ, കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഐലൈനർ യൂസ് ആക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, കണ്ണിന് മുകളിൽ ഐലൈനർ എഴുതി കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കണ്ണിലും രണ്ട് ഇഷ്ടിക എടുത്ത് വെച്ച ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ കണ്ണിന് മുകളിൽ ഐലൈനർ വരയ്ക്കാറില്ല. പിന്നെ അടുത്ത് നമ്മൾ യൂസ് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാര. ഇത് നമ്മുടെ കണ്ണിന് നല്ല കുളിർമയൊന്നും തരത്തില്ല. നമ്മുടെ കണ്ണിൻ്റെ പീലികൾ നല്ല സ്റ്റഡിയായിട്ട് നല്ല സെറ്റാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ് ഇത്. നമ്മളിടയ്ക്ക് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ആക്കത്തില്ല, എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഇതിനെ ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല സാധനമാണേ. നല്ല കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. അതൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് അത്യാവശ്യം ഷോയൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ അടുത്തതായി എടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാണാൻ വയ്യ. ഓക്കെ. അപ്പോൾ ഇനി എടുത്ത് നോക്കേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് നല്ല ഷെയ്ഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചല്ല, ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചേട്ടോ. എനിക്ക് ഇട്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചേട്ടോ. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടത് കൊണ്ട് നമ്മുടെ ലിപ്പ് നല്ല മോയ്സ്ചറായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ തുടച്ചളയണം കേട്ടോ. പിന്നെ എൻ്റെ മൂക്കിലൊന്നും കൈയിട്ടതല്ല, മൂക്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് പറ്റി അത് തുടച്ചളഞ്ഞ കേട്ടോ. ആരും മൂക്കി കൈയിട്ടെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മളിനി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ അത്യാവശ്യം മേക്കപ്പുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി അത്യാവശ്യം ഒന്ന് ഷോയൊക്കെ ചെയ്യാം. നമ്മൾ ഈ മേക്കപ്പൊക്കെ ഇട്ട 10 ആൾക്കാരെ കാണിക്കാനില്ലേ, അപ്പോൾ അത്യാവശ്യം ഷോയൊക്കെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നമ്മളിങ്ങനെയൊക്കെ